രാമൻ്റെ അയനമാണ്, എന്ന് വെച്ചാൽ രാമൻ്റെ സഞ്ചാരമാണ്, അല്ലെങ്കിൽ രാമനിലേക്കുള്ള സഞ്ചാരമാണ്. ധർമ്മം തന്നെ ഉടൽ കൊണ്ടാണ് രാമൻ. ധർമ്മത്തിന് വേണ്ടി സർവം തിരിച്ച ചലനമാണ് രാമൻ്റേത്. ധർമ്മത്തിന് വേണ്ടി രാമൻ സ്വന്തം സുഖവും സന്തോഷവും മാത്രമല്ല എല്ലാ ലോകബന്ധങ്ങളെയും ഉപേക്ഷിച്ചു. സത്യത്തിന് വേണ്ടി ഞാൻ സീതയെയും ഉപേക്ഷിക്കും, ലക്ഷ്മണനെ ഉപേക്ഷിക്കും, സർവ്വതും ഉപേക്ഷിക്കും എന്ന് രാമൻ കൂടെ കൂടെ പറയുന്നത് രാമായണത്തിൽ കാണാം. ധർമ്മത്തിന് താൻ അല്പം വ്യതിചലിച്ചാൽ ലോകത്തിൽ വലിയൊരു ധാർമ്മിക വീഴ്ച തന്നെ ഉണ്ടാകുമെന്ന് രാമൻ അറിയാം. അതുകൊണ്ടാണ് രാമൻ ധർമ്മത്തിൽ നിന്നും അണ്ണവിട ചലിക്കാത്തത്. മഹാഭാരതം രാമായണം വായിച്ചാൽ ശരിക്കും ആഴത്തിൽ വായിച്ചാനത്തെല്ലാം ഉണ്ട്. നിങ്ങളെന്താ കുരങ്ങനെ ആരാധിക്കുന്നത്? പ്രാകൃത ഭക്തരല്ലേ എന്ന് ചോദിക്കും. ഈശാവാസ്യം ഇതും സർവം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ആരാധിക്കണം. കുരങ്ങൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരങ്ങൻ റിസർച്ച് നടത്തി എത്രയോ പേര് രക്ഷിക്കുന്ന മരണത്തിൽ. സ്ഥൂലവും സൂക്ഷ്മമായ രീതി അതൊക്കെ നമ്മളെ സഹായിക്കുന്നത്. അതിനേക്കാൾ എന്ത് കുരങ്ങന്മാരാണ് നമ്മൾ. ഒരു കുഴിയര പോലും വളം കൊടുക്കുന്നു. നമ്മളെ മരിച്ചു കൊണ്ടിരുന്ന് ഭൂമിയിൽ അടക്കുകയാണെങ്കിൽ കുറേ കെമിക്കൽ ഇട്ടിട്ട് കിടക്കും. അത് മണ്ണിന് ദോഷമാണ്. കരിക്കുകയാണെങ്കിൽ കുറച്ച് പുകയും വരും. ഈ നമ്മളാണ് പ്രാകൃത ഭക്തന്മാരെന്ന് പറയുന്നത്. തത്വം മനസ്സിലാക്കുന്നില്ല. പ്രാകൃത ഭക്തിയെന്ന് വെച്ചാൽ അത് പ്രാകൃതമല്ല. ശരിക്കും കുരങ്ങ് മനസ്സാണല്ലോ. ഒരു സാധാരണ കുരങ്ങ് ഒരു മരത്തിനും വേറെ മരത്തില്ല. മനുഷ്യ മനസ്സങ്ങനല്ല. ഇവിടെ നിന്നുകൊണ്ട് രക്ഷയാകുന്നവരിക്കുക സെക്കൻഡ് കൊണ്ട് എന്നോടും പോയി വരും നമ്മുടെ മനസ്സ്. അപ്പം അങ്ങനെ ചാടി ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സ്. ഹനുമാന്റെ തത്വം നമ്മൾ ഗ്രഹിച്ചാൽ, ആദ്യത്തിൽ ജീവിതചര്യം നമ്മൾ പഠിച്ചാൽ, ആ ഭാവം നമ്മൾ ഉണർത്തിയാൽ, അതേപോലെ ആദരിച്ച് ശീലിച്ച് വന്നാൽ നമുക്കത് ഉണരാം. തത്വമസി എനിക്ക് ഈശ്വരനാകാം. വിത്തും ബ്രഹ്മം, വൃക്ഷം ബ്രഹ്മം. പക്ഷെ വിത്ത് തണൽ കൊടുക്കുന്നില്ല, വൃക്ഷം കൊടുക്കുന്നു. ഒരു സയൻറ്റിസ്റ്റിന് ഒരു ചുമട്ടെടുക്കുന്ന ആളും കൂടെയുള്ള വ്യത്യാസം. തല ഒന്നാണ്, പക്ഷെ ഇദ്ദേഹം ചുവടെടുത്ത് ജീവിക്കുന്നു. അദ്ദേഹം സയൻറ്റിസ്റ്റായി ലോകാരാർത്ഥത്തിന് സഹായപ്പെടുന്നു. അങ്ങനെ നിഷ്കാമമായി ചെയ്യുന്നതല്ല, പക്ഷെ അതിൻ്റെ കഴിവ് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കഴിവുണ്ട്. ഈ കഴിവിനെ നീ ഉപയോഗിക്കാതിരുന്നാൽ പേനായി തന്നെ പേന എഴുതാതെ വെച്ചിട്ട് ആ മഷിയിരുന്ന് ഉണങ്ങിപ്പോകുന്ന പോലെ ഉള്ള കഴിവിനെ ഉണർത്തിക്കൊണ്ടുവന്ന് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കും.